ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. സേവിച്ചനാ വന്നേ. ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ വന്നേക്കണത്. അവർക്ക് പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. എത്രയും വേഗം എപ്പോ വേണമെങ്കിലും നടത്താൻ അവര് റെഡിയാ. സേവിച്ച നീ ഇങ്ങ് വന്നേ, ഇരിക്കേ. എന്താ മേരി നീയൊന്നും പറയാത്തത്? ഞാൻ എന്തു പറയാനാ സേവിച്ച? ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് നിനക്കൊരു സന്തോഷം തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ സന്തോഷത്തോടെ വർത്താനം പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? അതെന്താ മേരി നീ അങ്ങനെ പറഞ്ഞ? കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ കാര്യത്തിലാവുമ്പോ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ സേവിച്ച. 1000-2000 മതിയാ. അപ്പൊ വീട്ടിലൊന്നും കരുതി വെച്ചിട്ടില്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന് മോളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അയക്കണമെന്നുണ്ടായിരുന്നു. അത് ചേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്യാം, ഉണ്ടായിരുന്നതെല്ലാം ചേട്ടന്റെ ചികിത്സയ്ക്ക് ആയില്ലേ. അപ്പോഴും ചേട്ടൻ പറയുന്നുണ്ട് എന്നെ ചികിത്സിച്ച് പണം കളയണ്ട, അവസാനം മോളുടെ കാര്യം വരുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ലെന്ന്. രക്ഷപ്പെടുമെന്ന് തന്നെയായിരുന്നു ഞാനും മോളും കരുതിയിരുന്നത്. പക്ഷേ കരയല്ലേ മേരി, എന്തെങ്കിലും വഴിയുണ്ടാവും. വെറുതെ അകത്തിരിക്കുന്ന മോളെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അവളിവിടെ ഇല്ല. 2-3 ദിവസമായിട്ട് മോളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട്. നിന്നെ ചേട്ടൻ നല്ല രീതിയിലല്ലേ, അങ്ങനെ സഹായിക്കാണ്ടിരിക്കോ? നല്ല കാര്യമായി, സഹായിച്ചില്ലെന്ന് പറയുന്നില്ല. ചേട്ടൻ ആശുപത്രിയിൽ കിടന്നപ്പോളേ സഹായിച്ചിട്ടുണ്ട്. ഒരു 10,000 രൂപ. സഹായിച്ചില്ലെങ്കിലും വേണ്ട, എനിക്ക് കിട്ടാനുള്ളത് തന്നാ മതിയായിരുന്നു. നല്ല കണ്ണായ സ്ഥലത്തല്ലേ ആ 50 സെന്റ് സ്ഥലം, അതിൽ 10 സെന്റ് സ്ഥലം അപ്പൻ എനിക്ക് തരാന്ന് പറഞ്ഞിരുന്നതാ. എന്നിട്ട് എനിക്കുള്ള 10 കൂടി ചേട്ടന്റേതാക്കാൻ അത് ചേട്ടന് കൊടുക്കുകയാണെന്ന രീതിയിൽ എന്നെ കൊണ്ട് സൈൻ ചെയ്തു വാങ്ങിച്ചു. അല്ല മേരി, എന്താണ് ഏതാണെന്ന് വായിച്ചു പോലും നോക്കാതെ ആങ്ങളാണെങ്കിലും ആരെങ്കിലും സൈൻ ചെയ്ത് കൊടുക്കുമോ? നീ മണ്ടത്തോടെ മേരി കാണിച്ചത്. ഒരു ലോണിന് വേണ്ടിയാണെന്നാ അന്ന് എന്നോട് പറഞ്ഞത്. ഒടുവിൽ 50 സെന്റ് വിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. സങ്കീർത്തനങ്ങൾ 101 അധ്യായം 7 വാക്യം. പുള്ളി പണി പറ്റിച്ചപ്പ അത് ചോദിക്കുകയും കേസ് കൊടുക്കാനും എല്ലാം തയ്യാറായ എന്നെ അതിൽ നിന്നും തടഞ്ഞത് എന്റെ ഭർത്താവാ. ഏതായാലും ഇനി മിണ്ടാതിരിക്കുന്ന പ്രശ്നമില്ല. കേസിന് മഴക്കൊന്നും പോകണ്ട, സമാധാനപരമായിട്ട് ചോദിച്ചു മേടിച്ച് മകളുടെ കല്യാണം നടത്താൻ നോക്ക്. അല്ലാതെ കോടതിയും കേസൊക്കെ പോയിട്ടുണ്ടെങ്കിലല്ല വർഷങ്ങൾ അങ്ങോട്ട് പോകും. അപ്പോഴേക്കും മകളുടെ പ്രായം എത്ര ഇരിക്കും? ചെറുക്കൻ്റെ പാർട്ടിയെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു നിർത്തിക്കോളാം. എന്നാലും വൈകണ്ട,
എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മേരി. അയ്യോ സേവിച്ച, ഞാൻ വർത്താനത്തിന്റെ ഇടയിൽ കുടിക്കാൻ എടുക്കാൻ മറന്നുപോയി. അത് സാരമില്ല, എങ്കിൽ ഞാൻ പോട്ടെ എന്നാ. ആ ശരി എന്നാ. ഉം. നീ എന്താ ഇവിടെ? ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. അത് നിനക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നാ പോരെ? ഓ, അതിനൊന്നും സാധിച്ചില്ല ചേട്ടാ. നീ വന്നേ. എന്താ? വിൻസിമോൾക്ക് ഒരു കല്യാണാലോചന. അവർക്ക് മോളെ ഏതാണ്ട് ഇഷ്ടപ്പെട്ട മാതിരിയാ. അതിന് കല്യാണം നടത്തണമെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല. ആ കാര്യമൊന്ന് ചേട്ടനോട് പറയാമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനസ്സിലാകാത്ത പോലെ ചേട്ടൻ അഭിനയിക്കുകയാണോ? എന്തായാലും കുഴപ്പമില്ല. കല്യാണം നടത്താനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല. വേണമെങ്കിൽ 5000 10,000 തരാം. എൻ്റെ ചേട്ടാ, എനിക്കങ്ങനെ ചേട്ടൻ്റെ ഔദാര്യമൊന്നും വേണ്ട. ഞാൻ എൻ്റെ അവകാശമാണ് ചോദിക്കണത്. എന്തവകാശം? ചേട്ടൻ വിറ്റ 50 സെന്റ് സ്ഥലത്തിന്നേ 10 സെന്റ് സ്ഥലം എനിക്ക് അവകാശമുള്ളതാണെന്ന് അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ? അപ്പനെപ്പോ പറഞ്ഞിരുന്നു? ആ, എനിക്കറിയില്ല. ജീവിച്ചിരിക്കുമ്പോ അതെനിക്കായിട്ട് അപ്പൻ എപ്പോഴേ തന്നതാ. എങ്കിൽ പിന്നെ ആ സ്ഥലം രജിസ്ട്രേഷന് മുമ്പ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് എന്തിനാ? അത് ആ സ്ഥലത്തിൽ നിനക്ക് അവകാശമൊന്നുമില്ലെന്നുള്ള അർത്ഥത്തിൽ ഒരു നോ ഒബ്ജക്ഷൻ പേപ്പർ, അത്രേ ഉള്ളൂ. എന്നാ എനിക്കിപ്പോ ഒബ്ജക്ഷൻ ഉണ്ട്. പിന്നെ ആ സ്ഥലം വിറ്റിട്ട് 4-5 വർഷം കഴിഞ്ഞു. ഇനി ഒബ്ജക്റ്റ് ചെയ്തിട്ട് എന്താക്കാനാ? ആ സ്ഥലത്തിൽ നിന്ന് എനിക്ക് അവകാശപ്പെട്ടത് തരാമെന്ന് സമ്മതിച്ച് എന്നെ പറഞ്ഞ് പറ്റിച്ച് സൈൻ ചെയ്തതാണെന്നും മാത്രമല്ല ഇപ്പൊ എന്റെ മകളുടെ കല്യാണം നടത്താൻ ഒരു വഴിയും ഇല്ലെന്ന് കാണിച്ച് ഞാനൊരു കേസ് കൊടുക്കും. ഓഹോ, അപ്പോ നീ മനഃപൂർവ്വം കരുതി കൂട്ടി എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ചേട്ടൻ നേരത്തെ പറഞ്ഞതാണ് ചേട്ടന്റെ തീരുമാനമെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാ എന്റെ തീരുമാനം. എനിക്ക് വഴക്കിടാനോ കേസിനോ ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ന്യായമായും കിട്ടാനുള്ളതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ചേട്ടന്റെ 10 പൈസ എനിക്ക് വേണ്ട. വേറൊരു വഴിയും എന്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ചേട്ടൻ എന്നോട് ക്ഷമിക്കേ. ക്ഷമിക്കാനോ? നിന്നോട് ഈ ജന്മത്തിൽ ഞാൻ ക്ഷമിക്കില്ല. എങ്കിൽ നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാം. നീ കേസ് കൊടുക്ക. ജ്ഞാനി ഭോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ ഭോഷൻ കലി തുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. സുഭാഷിതങ്ങൾ 29-ാം അധ്യായം 9-ാം വാക്യം. ആരാ സാറേ? അവരെന്താ കരഞ്ഞോണ്ട് പോണത്? അതൊന്നുമില്ല, എന്റെ പെങ്ങളാ. ആ ഭർത്താവ് മരിച്ച പെങ്ങള് അല്ലേ? അതെ അതെ, വേറെ പെങ്ങന്മാരൊന്നുമില്ല. ആകെ ഉള്ളത് ഇതൊരെണ്ണ. എന്തിനധികം? അഹങ്കാരത്തിന് ഒരു കുറവുമില്ല.
സേവിച്ച ആ നീ വന്നിട്ട് അധികം നേരമായോ? ഏയ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്തായി വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്? ഓ അത് നാളെ കിട്ടും. എന്താ ആകെ ഒരു മൂഡ് ഓഫ് നിനക്ക്? എങ്ങനെ ഓഫാകാതിരിക്കും? ആ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. വണ്ടിയാണെ പണിക്കും കയറ്റി. അല്ല, ഇന്നേതോ പ്രൊപ്പോസല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ പാർട്ടിയെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നിന്റെ ക്ലാസ്മേറ്റ് മേരിയുടെ മകളുടെ കാര്യം പറഞ്ഞത്. പയ്യൻ നല്ല പയ്യനാ. അവർക്ക് മേരിയുടെ മോള് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ അത് നീ പറഞ്ഞതാണല്ലോ. പിന്നെന്താ പ്രശ്നം? അതങ്ങ് നടന്നു കഴിഞ്ഞാ കമ്മീഷൻ ഓക്കെ അല്ലേ? വേവുന്നത് വരെ ഇരിക്കാമെങ്കിൽ പിന്നെ ആറുന്നത് വരെ ഇരുന്നാന്താ? ആറുന്നത് വരെയല്ല, തണുത്ത് മരവിക്കുന്നത് വരെ ഇരിക്കാം. പക്ഷേ എന്താ? ഏയ് ആ മേരുടെ അടുത്ത് കല്യാണത്തിനുള്ള പൈസയൊന്നും ഇല്ല. ഭർത്താവിന് ചികിത്സക്ക് വേണ്ടി നല്ലൊരു തുക ചെലവായതുകൊണ്ടാണേ. അയാൾ മരിക്കുകയും ചെയ്തില്ലേ. അപ്പോ ആ കാര്യത്തിന് വേണ്ടി ഇത്രയും നാളും നീ ഓടി നടന്നത് മിച്ചം അല്ലേ? ഈ മേരുടെ ആങ്ങള ഒരു കാശുകാരനുണ്ട്. അയാൾ വിചാരിച്ച ഈ കല്യാണം വളരെ ഈസി ആയിട്ട് നടക്കും. എടാ, ചേട്ടനാണെങ്കിലും എത്ര കാശുള്ള പാർട്ടിയാണെങ്കിലും ഒരു കല്യാണ ചെലവ് മുഴുവനും ഒരാൾ വഹിക്കോ? എൻ്റെ ജോർജെ, അയാൾ ഫ്രീ ആയിട്ട് കൊടുക്കണ്ട. ഈ മേരിക്ക് അവകാശപ്പെട്ട 10 സെന്റ് സ്ഥലത്തിൻ്റെ കാശ് അയാൾ കൊടുത്താൽ മതി. എടാ, ആ നീ പറയുന്ന കേട്ടിട്ടെ നിന്റെ ഫ്രണ്ട് മേരിയുടെ ചേട്ടൻ എൻ്റെ സാറാവാനാണ് സാധ്യത. നിന്റെ സാറാ? ആ, ചാർലി സാറ്. കാരണം ഇന്ന് വർക്ക് സൈറ്റിൽ സാറിനെ അന്വേഷിച്ച് ഒരു സ്ത്രീ വന്നിരുന്നു. അവരിരുവരും, അതായത് എൻ്റെ സാറും അവരും തമ്മിൽ സംസാരിച്ചത് ദാ നീ പറഞ്ഞതുപോലെ സ്ഥലത്തിൻ്റെ കേസും മറ്റുമായിരുന്നു. വിഷയം ഏതായാലും രണ്ടുപേരും ഉടക്കിയാ പിരിഞ്ഞിരിക്കുന്നത്. എൻ്റെ കർത്താവേ, ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞതാണ് ഉടക്കിൽ നിൽക്കല്ലേന്ന്. അതെന്താ? കേസിന് മേരിക്ക് അനുകൂലമായാൽ തന്നെ എത്ര നാൾ വേണ്ടി വരും? അപ്പോഴേക്കും ചെറുക്കം വേറെ കെട്ടി അവന് പിള്ളേരാവും. എൻ്റെ കമ്മീഷൻ പോട്ടെ, ആ കൊച്ചിൻ്റെ കല്യാണം ഉടനെ നടത്താൻ പറ്റുമോ? നിന്റെ കമ്മീഷൻ പോയാലും ആ പെങ്കൊച്ചിൻ്റെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്ന നിന്റെ മനസ്സിൻ്റെ നന്മ പോലും ആ പെങ്കൊച്ചിൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്കില്ല. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെയുള്ള ആ അങ്കിളിൻ്റെ, എൻ്റെ സാറിൻ്റെ മനസ്സു മാറ്റി ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതെങ്ങനെ? ആ, അതിന് വഴിയുണ്ട്. ഹലോ. ആ ഹലോ മേരി, ഇത് ഞാനാ സേവിച്ചൻ. എന്താ സേവിച്ച? എടി, നിന്റെ ചേട്ടൻ്റെ പേര് ചാർലി എന്നാണ്? ആ അതെ, ഞാനേ സേവിച്ചനെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. വഴക്കിട്ടാ പോകുന്നത്. എല്ലാം ശരിയാവും. നിന്റെ മോളുടെ കല്യാണമേ ഭംഗിയായിട്ട് നടക്കും. നീ പ്രാർത്ഥിക്ക്. ശരി സേവിച്ച. ആ ശരി എന്നാ. ആ എടാ, നീ പറഞ്ഞത് ശരിയാ. അവളും മേരി നിന്റെ സാറിൻ്റെ പെങ്ങളാ. നീ കണ്ടത് അവളെ തന്നെയാണ്. ആഹാ, അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അല്ലേ? എന്നാലും എന്തെങ്കിലും വിധത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോന്നൊരു സംശയം. ഇപ്പം മേരി പറഞ്ഞു ഞാനിന്ന് ചേട്ടനെ കണ്ടുവെന്നും വഴക്കിട്ടാ പിരിഞ്ഞെന്നും. എന്നാലും നീ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പോണെന്ന് എനിക്കൊരു എത്തുമൃത്വം കിട്ടാനില്ല. എടാ, ഈ ചാർലി സാറിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്കറിയാം. 10 പൈസ ഒരാൾക്ക് വെറുതെ കൊടുക്കില്ല. എന്നാലും ഒരു കൈവിട്ട കളി ഇതിനിടയിലും കളിച്ചു നോക്കാം. അതിൽ വിജയിച്ച ആ പെങ്കൊച്ചൻ്റെ കല്യാണം നടക്കും. അല്ല, കേസ് കൊടുക്കുന്നൊക്കെ
അയാളുടെ മുഖത്തേക്ക് ഈ മേരി പറഞ്ഞിരിക്കല്ലേ, അപ്പൊ അയാൾക്ക് വൈരാഗ്യം കൂടുകയല്ലേ ഉള്ളൂ. സേവിച്ച ആ ഈ പറയുന്ന മേരി ചാർലി സാറിനെതിരെ കേസൊന്നും കൊടുക്കില്ല. അങ്ങനെ സ്വന്തം സഹോദരനെതിരെ ചെയ്യാൻ മനസാക്ഷിയുള്ള ഒരു പെണ്ണിന് കഴിയില്ല. ഏ നീ എന്നെ കൺഫ്യൂഷൻ ആകുമല്ല. അതിന് അവരുടെ ഭാഗത്ത് നല്ല കുനിഷ്ടുള്ള ഏതെങ്കിലും നല്ല ആണുങ്ങൾ വേണം. എവിടെന്ന്? അയ്യോ പാവങ്ങളാ. അപ്പൊ പിന്നെ ആ ചാർലി സാറിന്റെ കരിങ്കല്ല് പോലത്തെ മനസ്സ് ഒന്ന് ഇളകണം, അലിയണം. ആ ഒരു പുണ്യപ്രവൃത്തിയായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പോ നാളെ കാണാം. ഏ ആ ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. 2 ദിനവൃത്താന്തം 19 അധ്യായം 17 വാക്യം. ആ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എടാ, ഒരാളെ നമ്മൾ ബുദ്ധിപൂർവ്വം പറ്റിച്ചെന്ന് നീ അഹങ്കരിക്കണ്ട. അതിനേക്കാൾ മനോഹരമായിട്ട് ഇരട്ടിയായിട്ട് പറ്റിച്ചയാളെ മറ്റൊരാൾ പറ്റിച്ചിരിക്കും. അത് ലോക തത്വമാണ്, ലോക സത്യമാണ്. ബൈബിളിൽ പറയുന്നില്ലേ, ആരുടെയെങ്കിലും എന്തെങ്കിലും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ അടുത്ത തലമുറ, അതുമല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറ കഷ്ടപ്പെട്ട് തെണ്ടിത്തിരിഞ്ഞ് നട്ടം കറങ്ങുമെന്ന്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോന്ന്? പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ തിരുത്തിയ ഒരാളുണ്ട്, അറിയാവോ? സക്കേവൂസ്. ആഹാ, അതെ അതെ, കർത്താവിനെ കാണാൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മരത്തിന് മുകളിൽ കയറിയ ആള്. അവസാനം അയാളുടെ വീട്ടിൽ വെച്ച് കർത്താവിനോട് പറഞ്ഞെന്താണെന്നറിയോ? പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ആഹാ, അപ്പൊ കാര്യങ്ങളെല്ലാം അറിയാല്ലേ? എടാ, ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാടാ ഈ മഹാഭാവം ചെയ്യാൻ പോയത്? ഇപ്പൊ നീ കാണുന്ന നിന്റെ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു മോചനം വേണമെങ്കിലേ തിരുത്ത്, ചെയ്ത തെറ്റ് തിരുത്ത്. ആ, അങ്ങനെ ചെയ്താ നിനക്കും നിന്റെ അടുത്ത തലമുറയ്ക്കൊക്കെ കൊള്ളാം. പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ? ആ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. ആ ജോർജ്, സാർ ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല. എന്താ സാറേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെ, എൻ്റെ പെങ്ങളുടെ മകളുടെ കല്യാണമായി. ആ, കൺഗ്രാജുലേഷൻസ്. ദേ, എല്ലാ കാര്യങ്ങളും ജോർജ് മുന്നിൽ നിന്ന് ചെയ്യണം. ഐ മീൻ അറേഞ്ച്മെൻറ്റ്സൊക്കെ. ശരി സാറേ. ഡേറ്റും കാര്യങ്ങളും ഞാൻ അറിയിച്ചോളാം. മതി സാറേ. ആ ജോർജ്, ഞങ്ങളുടെ അപ്പനെ ഒരു 50 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നിരുന്നു. അതിൽ 10 സെൻറ്റ് ഇവളുടേതാ. അത് ഈ കല്യാണത്തോടനുബന്ധിച്ച് ഞാൻ കൊടുക്കുക. ഓ, എൻ്റെ സാറേ, സാറിനെ സമ്മതിക്കണം. സ്വന്തം സഹോദരങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലെ സാറൊരു പുലിയാ, പുലി. അല്ല, അത്രയ്ക്ക് നല്ല മനസ്സാണ് സാറിൻ്റെതെന്ന്. ഓ ഓ,
എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. അത് മതി സാറേ. അവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ സാറ് അറിയിച്ചാൽ മതി. കാറപ്പുറത്താ കിടന്നത്. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18:35. സേവിച്ച സേവിച്ച രണ്ടാളും ഉണ്ടല്ല. എടാ നന്ദിയുണ്ടടാ. ഫ്രണ്ടെന്ന് വെച്ചാ നീയാ ഫ്രണ്ട്. എന്റെ മകളുടെ കല്യാണം നടത്തി തരാൻ മുന്നിട്ടിറങ്ങിയ നിന്റെ ആ മനസ്സുണ്ടല്ലോ, 1000 നന്ദിയുണ്ടടാ. അല്ലെങ്കിൽ എന്റെ മോളിപ്പോ വീട്ടിലിരുന്നേനെ. ജോർജ് സുഖം തന്നെയല്ലേ? എല്ലാം ഭംഗിയായിരുന്നട്ടാ, അല്ലേ സേവിച്ച? ദാ ഈ ജോർജിന്റെ അറേഞ്ച്മെന്റ്സാ അത്രയും ഭംഗിയായി കല്യാണം നടത്താൻ സഹായമായത്. ചേട്ടന്റെ സൂപ്പർവൈസറാ. നിങ്ങൾ കല്യാണത്തിന് വെച്ചായിരിക്കും പരിചയപ്പെട്ടതല്ലേ? എന്നാലും എന്റെ സേവിച്ച, എന്റെ ചേട്ടൻ ഇത്രയും പാവമായിരുന്നെന്ന് ഞാൻ ഈ കല്യാണത്തോടു കൂടിയാ മനസ്സിലാക്കിയത്. അതിന് പ്രധാന കാരണം ജോർജ് ദേ ഈ സേവിച്ചനാ. എന്റെ പൊന്നോ, എന്നെ ഇങ്ങനെ പൊക്കി പൊക്കി പുകഴ്ത്തല്ലേ. ഞാൻ എങ്ങോടെങ്കിലും പോവും. സന്തോഷം കൊണ്ടാടാ. എന്നാ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ. ശരി. എടാ, ഇതിന്റെ എല്ലാം പിന്നിലെ സൂത്രധാരകൻ നീയാണെന്ന് അറിയാവുന്ന ഈ ലോകത്തിലെ ഏക ആള് ഞാനാ. ഞാനല്ലടാ, നീ ആ മേരിയുടെ ഫ്രണ്ടാകാനും ചാർലി സാറ് എൻ്റെ ബോസാകാനും അവർക്കിടയിലുണ്ടായ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും നമ്മളെ ഇതിൽ ഇടപെടുത്തിയതും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.